ധനുഷിൻ്റെ 50ാമത്തെ പടം, ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന പടം റായൻ. ഇത് സ്റ്റാർട്ട് ചെയ്തത് നല്ല രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു സിനിമയ്ക്ക്. പക്ഷേ ഇറ്റ് എൻഡഡ് അപ്പ് ആസ് എ നോർമൽ മീഡിയോക്കർ റിവഞ്ച് ഡ്രാമ. സോ സ്ഥിരം നമ്മൾ കാണാറുള്ള ഒരു സാധാരണ ക്രൈം ത്രില്ലർ പാറ്റേണിലേക്ക് പോയിരുന്നു ഈ സിനിമ. പക്ഷെ ഇങ്ങനെയല്ല. ഇതിൻ്റെ സ്റ്റാർട്ട് കണ്ടപ്പോൾ ഇത് വേറെ എവിടേക്കൊക്കെയോ പോകുന്ന പോലെയൊക്കെ തോന്നി. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ലാത്തതാണ്. നല്ല കിടിലം ക്വാളിറ്റി മേക്കിംഗ് ആണ്. മേക്കിംഗ് ക്വാളിറ്റി ഈ സിനിമയുടെ എൻ്റെയർ തിങ്ങിൽ ടോപ്പ് നോച്ചായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും ടെക്നിക്കലി ദിസ് മൂവി ഈസ് ബ്രില്യൻ. പക്ഷേ ഇൻ ദ പേപ്പർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന മെയിൻ ചെയിൻ ഓഫ് ഇവൻസിൽ വലിയ കുറേ പോരായ്മകളുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻറ്റൻഷൻ, അവർ തമ്മിലുള്ള ഈ മെയിൻ ടേൺ ഓവർ, അതൊക്കെ സിനിമയിൽ ഒട്ടും കൺവിൻസിങ് അല്ല. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന 4 പേരെ പറ്റിയാണ്. സോ ധനുഷിൻ്റെ അവർ 4 പേരടങ്ങുന്ന ഒരു ബ്രദർ സിസ്റ്റർ ഫാമിലി. സോ ചെറുപ്പത്തിൽ അവർ അനാഥരായിരുന്നു. അവരെങ്ങനെയാണ് ഈ ഒരു ക്രൈം ഫീൽഡ് സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നതെന്നാണ് സിനിമ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആ സിനിമയ്ക്ക് അതിൻ്റേതായ ഒഴുക്കുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സർവൈവൽ പാറ്റേൺ ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ ഒരു മെയിൻ മോട്ടീവ് ഉണ്ട് സിനിമയുടെ, ആ ഒരു മെയിൻ ടേൺ ഓഫ് ഇവൻറ്റ് അവിടെ വെച്ച് ഈ സിനിമ പിന്നീട് അങ്ങോട്ട് ഫുള്ള് പോയി. കാരണം അത് തീർത്തും കൺവിൻസിങ് അല്ല. ആൻഡ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒന്നും തന്നെ സിനിമയിലില്ല. ആൻഡ് അത് കൺവിൻസിങ് അല്ലാത്തതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്ന സീക്വൻസുകളൊക്കെ തന്നെ ഈ ഒരു കാര്യം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോപ്പറായിട്ട് എൻഗൾഫ് ചെയ്യാൻ പറ്റിയവർക്ക് ഈ സിനിമ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് ഗംഭീരമായ, എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ഇത് പിന്നീട് അങ്ങോട്ട് ലേ ഡൗൺ ആയി അതിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയ ഒരു സിനിമയാണ്. സോ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോയ അവസാനത്തെ സീക്വൻസുകളിലൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ സെറ്റ് പീസസും സെറ്റ് വർക്കുകളൊക്കെ അടിപൊളിയാണ്. ഇതിൽ ആക്ഷൻ ബ്ലോക്കുകൾ, ദെൻ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കളർ ഗ്രേഡിങ്, ഇതിൻ്റെ ഒരു വൈബുണ്ട് ഒരു പടത്തിന്. നമ്മൾ ഈ ഒരു ചില മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിനിമമായിട്ടുള്ള ക്രൈം ഡ്രാമകളിൽ ഇത്തരത്തിലെല്ലാം നല്ല എൻഗേജിങ് ആയിട്ടുള്ള പിച്ച് ഉണ്ടാവുള്ളൂ. സോ ഇതിൽ നല്ല ക്യാരക്ടേഴ്സിന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടെറൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൺവിൻസിങ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് സിനിമയ്ക്ക് ആ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. ബാക്കി സൈഡൊക്കെ സിനിമയുടെ ഗംഭീരമാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരു നല്ല ഈ ഒരു ക്രൈം ഡ്രാമ സിനിമയിൽ നല്ലൊരു BGM കേട്ടു, പ്രത്യേകിച്ച് തമിഴ് പടത്തിൽ. ഈ പടത്തിലൊരു ബാറിനകത്തൊരു ഫൈറ്റൊക്കെ ഉണ്ട്, അതിനകത്ത് വെച്ചിരിക്കുന്ന BGMും ദെൻ ചില ഈ ഒരു ഇൻ്റർവൽ ബ്ലോക്കിലുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കുറേ നല്ല കിടിലും സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ദെൻ കുറേ നല്ല കിടിലും ഫ്രെയിംസ് ഉണ്ട് ഈ പടത്തിൽ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ മൈൻഡിൽ ഫീൽഡായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് പോയത് അറിഞ്ഞില്ല. ഐ തിങ്ക് 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ, പറക്കായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും നടക്കാനില്ല. ഏറിപ്പോയതായിരിക്കും നടക്കുക എന്നുള്ള ഒരു മോഡ് എത്തിക്കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് സിനിമ കഴിയുന്ന പോലെ തോന്നുന്നു നമുക്ക്. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലോട്ട് ഓഫ് ബെറ്റർ എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു സിനിമയുടെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. ആ ഒരു സ്ക്രിപ്റ്റ് മാത്രം, ഈ ഒരു കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളി ഔട്ട്പുട്ട് കിട്ടിയ മറ്റൊരു മികച്ച ക്രൈം ഡ്രാമ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ തമിഴിൽ നിന്നും എന്ന് പറയേണ്ടി വന്നിരുന്ന റായൻ ചിത്രം. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ബി എ നോർമൽ യൂഷ്വൽ വീക്കെൻഡ് ഫ്ലിക്ക്. സോ ഈ ആഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കയറി കണ്ടുവെക്കാൻ പറ്റുന്നൊരു നോർമൽ മൂവിയാണ്. പക്ഷേ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാത്ത സാധാരണ ക്രൈം ഡ്രാമ എന്ന് മാത്രമാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ആൻഡ് പക്ഷേ ഇതിൽ കാസ്റ്റിംഗ് അടിപൊളിയാണ്, കിട്ടില്ലായിരുന്നു എല്ലാവരും. പക്ഷേ എനിക്ക് ആ കാളിദാസ് ചേരം മാത്രമാണ് കുറച്ച് ഓവർ ആക്ടിങ് ആയിപ്പോയോ എന്ന് തോന്നിയത്. പക്കയാണ്, പക്ഷേ ഒരു ലെവലിൽ പിടിക്കായിരുന്നു. ഇത് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി. ബാക്കി എല്ലാവരും സെറ്റായിരുന്നു. വരലക്ഷ്മി മാത്രം വെറുതെ എന്തിനാണ് ആ ഒരു ക്യാരക്ടറിന് ഇട്ടതെന്ന് മനസ്സിലായില്ല. ബാക്കി SJ സൂര്യ ധനുഷ് കോംബോ ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു സിനിമയിൽ. ആൻഡ് ആ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് കിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് എന്തിനാണ് ഈ A റേറ്റിംഗ് കൊടുത്തതെന്ന് മനസ്സിലായില്ല. അത്ര ഭയങ്കര ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞ സാധനമൊന്നുമല്ല. ഈ ഒരു ചെറിയ പോർഷനിൽ മാത്രം ഭയങ്കര ഒരു ഗ്രാഫിക് വയലൻസ് കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ബ്ലഡ് വെച്ച്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കിയാൽ ഇതൊരു നോർമൽ UA സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നു സിനിമയ്ക്ക്. സോ അതും വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്തതായി തോന്നി. പക്ഷേ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കിടിലാണ്. സോ ടെക്നിക്കലി നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റി ഉള്ള, എന്നാൽ സ്ക്രിപ്റ്റ് വൈസ് ഒരു സാധാരണ ക്ലീഷേ പടമായിട്ട് തോന്നുന്ന ഒരു സിനിമയായിരിക്കും നിങ്ങൾക്ക് റായൻ ചിത്രം. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സിനിമ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.